എല്ലാവർക്കും ലീനാസ് ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കരിമീൻ മപ്പാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 3 ഇടത്തരം വലിപ്പമുള്ള കരിമീൻ വെട്ടി കഴുകി വൃത്തിയാക്കി വരഞ്ഞ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മീനൊന്ന് വറുത്തെടുക്കണം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്ത് പുരട്ടി ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ വറക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നിരത്തുക. എണ്ണ ചൂടായതിനു ശേഷം പാനിലേക്ക് മീനിടുക. ഒരു വശം മൂപ്പായി കഴിയുമ്പോൾ തിരിച്ചിടുക. ഇപ്പോൾ മീൻ ആവശ്യത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് 6 ചുവന്നുള്ളി, 4 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കണം. ചട്ടി ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇടുക. ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു ഇടത്തരം വലിപ്പമുള്ള സവാള അരിഞ്ഞത് ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഒരു 5 വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് നടുവേ കീറിയത് ഇവ ചേർത്ത് നന്നായി വഴറ്റുക. നന്നായി വഴന്നു വന്നതിന് ശേഷം അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ വഴറ്റുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അല്പം വെള്ളവും കൂടി ചേർത്ത് തക്കാളി നന്നായി വെന്ത് വരുന്നത് വരെ വഴറ്റാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1 കപ്പ് 2/2 പാൽ ചേർത്ത് തിളപ്പിക്കാം. തിള വന്നതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇടാം. ഒരു 6 മിനിറ്റ് വേകാനായി മൂടി വയ്ക്കാം. ഇപ്പോൾ മീനൊക്കെ വെന്ത് ചാറ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ 1/2 കപ്പ് ചേർക്കുക. പതുക്കെ ഒന്ന് ഇളക്കുക. ഇനിയും തവി ഉപയോഗിച്ച് ഇളക്കരുത്, മീനൊക്കെ പൊടിഞ്ഞു പോകും.
കടുക് താളിക്കാനായി പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 5 ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതുകൂടി ചേർക്കുക. നന്നായി മൂത്ത് വന്നു കഴിയുമ്പോൾ കറിയിലേക്ക് ചേർക്കാം. കരിമീൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ ഇത് ഉപയോഗിക്കാം.